തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ സിംഹാസനത്തിൽ വിജയ് എന്ന സൂപ്പർ സ്റ്റാർ ഇരിപ്പുറപ്പിക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ പതനത്തിനുള്ള തിരക്കഥ സ്റ്റാലിൻ എഴുതി തുടങ്ങുകയാണ്. സിനിമയിലെ ക്ലൈമാക്സുകൾ പോലെയല്ല രാഷ്ട്രീയമെന്നും ഭരണചക്രത്തിന്റെ സങ്കീർണതകളിൽ അനുഭവ പരിചയമില്ലാത്ത നായകൻ തട്ടി വീഴുമെന്നും സ്റ്റാലിന് നന്നായിട്ട് അറിയാം. വിജയുടെ വിജയത്തെ ഒരു താൽക്കാലിക തരംഗമായി മാത്രം കണ്ട് 2031 വെന്നിക്കൊടി പാറിക്കാൻ സ്റ്റാലിൻ തന്റെ ചാണക്യ തന്ത്രങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തെടുത്തു കഴിഞ്ഞു. രാഷ്ട്രീയത്തിലെ ഈ തുടക്കക്കാരനെ ഭരണത്തിന്റെ ഓരോ മുനമ്പിലും പരീക്ഷിക്കാനും ഒടുവിൽ വീട്ടിലിരുത്താനും ലക്ഷ്യമിട്ടുള്ള ഒരു ദീർഘകാല യുദ്ധത്തിനാണ് തമിഴ് മണ്ണിൽ സ്റ്റാലിൻ തുടക്കം കുറിക്കാൻ പോകുന്നത്. ഈ പോരാട്ടം കേവലം അധികാരം നിലനിർത്താൻ മാത്രമല്ല, മറിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അസ്തിത്വം വീണ്ടെടുക്കാനുള്ളതാണ്. തമിഴ്നാട്ടിൽ വിജയ്ക്ക് അടിപതറാനുള്ള വാരിക്കുഴികൾ സ്റ്റാലിനും DMKയും ചേർന്ന് ഇനി ഒരുക്കി വെക്കുന്ന തിരക്കിലായിരിക്കും. വിജയുടെ ഈ വിജയം നിങ്ങളെ ഞെട്ടിച്ചോ ഇല്ലയോ എന്ന് എന്തായാലും കമന്റ് ചെയ്യാം. നമുക്ക് എന്താണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്ഥിതി ഒന്ന് വിശദമായിട്ട് നോക്കിയിട്ട് വരാം. തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ചരിത്ര വഴികൾ എപ്പോഴും നാടകീയമായ വഴിത്തിരിവുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അസ്ഥിവാരത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. 108 സീറ്റുകൾ നേടി തമിഴക വെട്രിക്കഴകം അതായത് TVK, പതിറ്റാണ്ടുകൾ നീണ്ട DMK, ADDMK ദ്വന്ദ്വ ഭരണത്തിന് അന്ത്യം കുറിക്കപ്പെട്ടിരിക്കുന്നു. തമിഴ് മക്കൾ മാറ്റത്തിന് തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. അധികാരത്തിന്റെ ഇടനാഴികളിൽ ഇപ്പോൾ സഖ്യ ചർച്ചകൾ സജീവമായി നടക്കുന്നു. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന വിജയുടെ പ്രഖ്യാപനം കോൺഗ്രസ് പോലുള്ള ദേശീയ കക്ഷികളെ അദ്ദേഹത്തോട് അടുപ്പിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് BJP വിരുദ്ധ ചേരിയെ ശക്തിപ്പെടുത്താൻ വിജയെ ഒപ്പം നിർത്തുക എന്ന തന്ത്രപരമായ നീക്കത്തിലേക്കാണ് കോൺഗ്രസ് വിരൽ ചൂണ്ടുന്നത് എന്ന് തന്നെയാണ്. ഒരു നവാഗത പാർട്ടിക്ക് ഇത്രയും വലിയ ജനപിന്തുണ ലഭിക്കുന്നത് തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിൽ MGRന് ശേഷം ഇതാദ്യമായിട്ടാണ് എന്ന പ്രത്യേകതയുമുണ്ട്. എങ്കിലും ഈ വിജയം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ദ്രാവിഡ മോഡൽ ഭരണവും വികസന മുദ്രാവാക്യങ്ങളും ഉയർത്തിക്കാട്ടിയിട്ടും ജനങ്ങൾ ഒരു പുതുമുഖത്തെ സ്വീകരിച്ചത് DMKയുടെ ആത്മവിശ്വാസത്തിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. രാഷ്ട്രീയ തന്ത്രങ്ങളിൽ അതികായനായ സ്റ്റാലിൻ ഈ പരാജയത്തെ അത്ര എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ സാധ്യതയുമില്ല. വരാനിരിക്കുന്ന 5 വർഷങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയം ഒരു വലിയ പോരാട്ട ഭൂമിയായി മാറുമെന്ന് അവിടെയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ആഴവും പരപ്പും വിജയ്ക്ക് അറിയില്ല എന്ന വിമർശനം ഉയർത്തിക്കൊണ്ട് തന്നെയായിരിക്കും സ്റ്റാലിന്റെ അടുത്ത നീക്കങ്ങൾ. ഭരണപരിചയമില്ലാത്ത ഒരു നടന് എങ്ങനെ ഒരു സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാനാകുമെന്ന ചോദ്യം നിരന്തരം പൊതുമണ്ഡലത്തിൽ ചർച്ചയാക്കാൻ DMK ശ്രമിക്കുക തന്നെ ചെയ്യും. വിജയുടെ ഓരോ നീക്കത്തെയും രാഷ്ട്രീയപരമായി പ്രതിരോധിക്കാനും അദ്ദേഹത്തിന്റെ നയങ്ങളിലെ പാളിച്ചകൾ തുറന്നു കാട്ടാനും DMKയുടെ കേഡർ സംവിധാനം സജീവമായിരിക്കും. യഥാർത്ഥത്തിൽ 2031 തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒരു ദീർഘകാല യുദ്ധത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. വിജയുടെ ജനപ്രീതിയെ ഭരണവിരുദ്ധ വികാരം കൊണ്ട് നേരിടാനാവില്ല എന്ന് സ്റ്റാലിന് ബോധ്യമുണ്ട്. അതിനാൽ തന്നെ സിനിമയുടെ ഗ്ലാമറിൽ നിന്നും രാഷ്ട്രീയത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് വിജയെ വലിച്ചിറക്കാനായിരിക്കും DMKയുടെ ശ്രമം. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലത്തിൽ ഒരു പുതിയ ശക്തിയെ വേറുറപ്പിക്കാൻ അനുവദിക്കില്ല എന്ന വാശി സ്റ്റാലിന്റെ ഓരോ നീക്കത്തിലും പ്രകടമായിരിക്കുമെന്നതാണ് ഇനി പറയാനുള്ളത്. അടുത്ത 5 വർഷം വിജയ്ക്ക് കേവലം ഭരണം മാത്രമല്ല, സ്റ്റാലിൻ എന്ന കരുത്തനായ രാഷ്ട്രീയക്കാരന്റെ ചാണക്യ തന്ത്രങ്ങളെ അതിജീവിക്കുക എന്ന വലിയ വെല്ലുവിളി കൂടിയാണ് നേരിടേണ്ടി വരിക. വിജയ് എന്ന സൂപ്പർ താരത്തിന്റെ രാഷ്ട്രീയ ഭാവിയും തമിഴ്നാടിന്റെ ദിശയും നിശ്ചയിക്കുന്ന നിർണായക ഘട്ടത്തിലേക്കാണ് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ കണ്ണു തുറക്കാൻ പോകുന്നത് എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ 5 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ദ്രാവിഡ പാർട്ടികളുടെ അപ്രമാദിത്വം പരീക്ഷണ ഘട്ടത്തിലാണിന്ന്. നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയതോടെ മുഖ്യമന്ത്രി കസാരയിലേക്ക് വിജയ് നടക്കുന്നു എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കുലപതികളായ DMK അത്ര പെട്ടെന്ന് ആയുധം വെച്ച് കീഴടങ്ങുമെന്ന് കരുതുന്നത് രാഷ്ട്രീയ വിഡ്ഢിത്തം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ DMK ഇനി പയറ്റാൻ പോകുന്ന തന്ത്രങ്ങൾ തമിഴ്നാടിനെ മറ്റൊരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് നയിക്കുമെന്ന കാര്യം അടിവരയിട്ട് പറയുകയാണ്. വിജയുടെ മുന്നേറ്റത്തിന് തടയിടാൻ DMK പ്രധാനമായും ശ്രമിക്കുക തങ്ങളുടെ അടിത്തറയായ ദ്രാവിഡ പ്രത്യയശാസ്ത്രം മുൻനിർത്തി തന്നെയാണ്. തമിഴ് ദേശീയതയും സാമൂഹിക നീതിയും മുറുകെ പിടിക്കുന്ന DMK വിജയുടെ പാർട്ടിയെ പ്രത്യയശാസ്ത്ര വ്യക്തിത്വമില്ലാത്ത സിനിമാ ഗ്ലാമർ മാത്രമായി ചിത്രീകരിക്കാൻ ശ്രമിക്കും. സിനിമാക്കാരന് എന്ത് രാഷ്ട്രീയം എന്ന ചോദ്യം അവിടെ ഉയർന്നു വരും. ഭരണപരിചയമില്ലാത്ത ഒരു നേതൃത്വം സംസ്ഥാനത്തെ എങ്ങനെ പ്രതിസന്ധിയിലാക്കുമെന്ന പ്രചാരണം അവർ ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരിക്കും ആദ്യം ചെയ്യുക. സ്റ്റാലിന്റെ ഓരോ പ്രസംഗത്തിലും വിജയുടെ രാഷ്ട്രീയ പക്വതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നീക്കങ്ങൾ വരും.
ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുക തന്നെ വേണം. ഇനി സ്റ്റാലിന്റെ ഓരോ വാക്കും വിജയുടെ മർമ്മത്ത് കൊള്ളുന്ന രീതിയിൽ തന്നെയായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട തന്ത്രം സഖ്യകക്ഷികളെ ഒപ്പം നിർത്തുക എന്ന് തന്നെയാണ്. നിലവിൽ കോൺഗ്രസ് വിജയ്ക്ക് നിരുപാധിക പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ആ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കാൻ DMK ആവത് ശ്രമിക്കുക തന്നെ ചെയ്യും. CPI, CPM, VCK തുടങ്ങിയ ദീർഘകാല സഖ്യകക്ഷികൾ വിജയുടെ പാളയത്തിലേക്ക് പോകാതിരിക്കാൻ സ്റ്റാലിൻ വലിയ വിട്ടുവീഴ്ചകൾക്കും തയ്യാറായേക്കും. പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് വിജയ് സർക്കാരിന്റെ ഓരോ ചുവടുവെപ്പിനെയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ ഭരണത്തിലെ ചെറിയ പാളിച്ചകൾ പോലും വലിയ ജനകീയ പ്രക്ഷോഭങ്ങളാക്കി മാറ്റുകയും ചെയ്യുക എന്ന് തന്നെയായിരിക്കും DMKയുടെ ശൈലി. അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സ്റ്റാലിന് സാധിക്കുകയും ചെയ്യും. അത്രത്തോളം ഭരണപരിചയവും രാഷ്ട്രീയ ബുദ്ധിയും അദ്ദേഹത്തിനുണ്ട്. കൂടാതെ പാർട്ടിക്കുള്ളിലെ പുനഃസംഘടനയാണ് DMK ലക്ഷ്യമിടുന്ന മറ്റൊരു നീക്കം. യുവാക്കൾക്കിടയിൽ വിജയ്ക്കുണ്ടായ സ്വീകാര്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ഉദയനിധി സ്റ്റാലിനെ മുൻനിർത്തി ഒരു യുവജന മുന്നേറ്റത്തിന് DMK തുടക്കം കുറിച്ചേക്കാം. 2031 തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഇപ്പോൾ മുതൽ തന്നെ താഴെത്തട്ടിൽ പ്രവർത്തനം ആരംഭിക്കാനാണ് സ്റ്റാലിന്റെ പ്ലാൻ. വിജയുടെ ഭരണം 5 വർഷം തികയ്ക്കുമ്പോഴേക്കും തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വിജയ് ഒരു അപകടകരമായ പരീക്ഷണമായിരുന്നുവെന്ന് വരുത്തി തീർക്കാനായിരിക്കും സ്റ്റാലിൻ മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും DMKയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ചുരുക്കി പറയുന്നത്. എന്തായാലും വിജയ് മുഖ്യമന്ത്രിയാകുമ്പോൾ DMK ഒരു കരുത്തരായ പ്രതിപക്ഷമായി മാറി അദ്ദേഹത്തെ നിരന്തരം സമ്മർദ്ദത്തിലാക്കാനാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിജയുടെ രാഷ്ട്രീയ വളർച്ച കേവലം 2 വർഷത്തെ മാത്രം അധ്വാനമൊന്നുമല്ല എന്നാണ്. മറിച്ച് ദീർഘകാലമായി പടുത്തുയർത്തിയ ഒരു സംഘടനാ നീതിയുടെ ആസൂത്രിതമായ വെളിപ്പെടുത്തലായിരുന്നു അത്. തമിഴ്നാട് രാഷ്ട്രീയം പാരമ്പര്യമായി നേതാക്കളെ ആരാധിക്കുന്ന ശൈലിയാണ് പിന്തുടരുന്നത്. MGRും ജയലളിതയും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഭരണം പിടിച്ചെടുത്ത അതേ മാതൃകയാണ് വിജയ് ഇവിടെ പിന്തുടർന്നത് എങ്കിലും അതിനൊപ്പം ആധുനികമായ ഡാറ്റ മാനേജ്മെന്റും ഗ്രാസ് റൂട്ട് ലെവൽ നെറ്റ്വർക്കിംഗും അദ്ദേഹം സംയോജിപ്പിച്ചിട്ടുണ്ട്. തന്റെ വിജയ് മക്കൾ ഇയക്കം എന്ന ആരാധക കൂട്ടായ്മയെ ഓരോ ബൂത്ത് തലത്തിലും കൃത്യമായ രാഷ്ട്രീയ കേഡർമാരാക്കി മാറ്റിമറിക്കാൻ അദ്ദേഹത്തിന് അനായാസം സാധിച്ചു. DMKയുടെ പക്കൽ ശക്തമായ സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നിട്ടും വിജയുടെ ടീം ഡിജിറ്റൽ യുഗത്തിലെ പുതിയ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിൽ ഏറെ മുന്നിൽ തന്നെ നിന്നു. അത് ഒരു സിനിമാ നടനായതുകൊണ്ട് അദ്ദേഹത്തിന് എളുപ്പമായിരുന്നുവെങ്കിലും കൃത്യമായ കണക്കുകൂട്ടലുകളും എക്സിക്യൂഷനും അവിടെ നടന്നിട്ടുണ്ട്. DMKയുടെ ഭരണകാലത്തെ ചില വീഴ്ചകൾ വിജയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയെന്നതും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ലഹരി മരുന്ന് വ്യാപനം, ക്രമസമാധാന പ്രശ്നങ്ങൾ, ഭരണവിരുദ്ധ വികാരം എന്നിവ സജീവമായിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിക്കുന്നത് പോലും. തമിഴ്നാട്ടിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, ദ്രാവിഡ പാർട്ടികളുടെ കുടുംബവാഴ്ച രാഷ്ട്രീയത്തിൽ നിന്നും ഒരു മാറ്റം ആഗ്രഹിച്ചു എന്നതും സത്യമാണ്. ഉദയനിധി സ്റ്റാലിന്റെ രാഷ്ട്രീയ ഉയർച്ചയെ ഒരു വിഭാഗം യുവാക്കൾ അവകാശമായി കണ്ടപ്പോൾ വിജയെ അവർ സ്വന്തം അധ്വാനം കൊണ്ട് ഉയർന്നു വന്ന ഒരു രക്ഷകനായിട്ടാണ് നോക്കിക്കണ്ടത്. ഈ വൈകാരിക ബന്ധം വോട്ടുകളായി മാറുകയായിരുന്നു വിജയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യത്തിലേക്ക് എത്താൻ എളുപ്പമായത്. പ്രത്യയശാസ്ത്രപരമായ നീക്കങ്ങളിലും വിജയ് കൃത്യമായ ചാണക്യതന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അസ്ഥിവാരമായ സാമൂഹിക നീതിയും തമിഴ് സ്വത്വവും കൈവിടാതെ തന്നെ അതിൽ പുതിയ കാലഘട്ടത്തിന്റെ വികസന സ്വപ്നങ്ങളെ അദ്ദേഹം ചേർത്തുവെച്ചു. BJPയുടെ തീവ്ര ഹിന്ദുത്വത്തോടും DMKയുടെ കുടുംബ രാഷ്ട്രീയത്തോടും ഒരേപോലെ അകലം പാലിച്ച് വിജയ് മതേതരത്വം എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളെ തന്നിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്തത്. വെറും 2 വർഷം കൊണ്ട് തമിഴ്നാടിന്റെ മുക്കിലും മൂലയിലും TVK എന്ന പേര് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് സിനിമയുടെ കരുത്തും കൃത്യമായ സ്ട്രാറ്റജിയും ഒത്തുചേർന്നതിന്റെ ഫലം തന്നെയാണ്. DMK പ്രതിപക്ഷത്തിരുന്ന് 2031 പദ്ധതികൾ മെനയുമ്പോൾ ഭരണപരിചയമില്ല എന്ന പരിമിതിയെ ജനക്ഷേമ പദ്ധതികൾ കൊണ്ട് മറികടക്കുക എന്നതായിരിക്കും ഇനി വിജയുടെ മുന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മുതിർന്ന രാഷ്ട്രീയ നേതാവായ സ്റ്റാലിൻ തന്റെ രാഷ്ട്രീയ പരിചയം മുഴുവൻ ഉപയോഗിച്ച് വിജയെ തളയ്ക്കാൻ ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത് ഏറ്റവും കൂടുതൽ അറിയുന്നത് വിജയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഭരണകാലം വിജയ്ക്ക് കഠിനമായ അഗ്നിപരീക്ഷയായിരിക്കുമെന്ന് കൃത്യമായിട്ട് തന്നെ പറയാം. അതിനുള്ള എല്ലാ മാർഗങ്ങളും അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. ഈ അഗ്നിപരീക്ഷയെ മറികടക്കാനുള്ള എല്ലാ വഴികളും വിജയ് കണ്ടുപിടിക്കുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അടുത്ത 5 വർഷം തമിഴ്നാട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.